ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. വലിയ ഫാൻ ഫോളോയിങ് ആണ്, വലിയ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വരുന്ന ഒരുപക്ഷെ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അത്രയും ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഇതുപോലെ ഒരു ഒലപ്പാമ്പ് പ്രയോഗിക്കുന്നുണ്ട്. എന്ത് നേട്ടം ഉണ്ടാവും എന്നുള്ള കാര്യം ആരോടും ഉന്നയിച്ച പെൺകുട്ടിയല്ല, അവരെ കൊണ്ട് അത് കൊടുപ്പിച്ച ചാനലുകാരുമല്ല. നേരെ മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി, നമ്മുടെ നാട് ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന പാർട്ടി ആണ് ആലോചിക്കേണ്ടത് ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും. നമസ്കാരം. സുരേഷ് ഗോപിയാണ് ഇപ്പോൾ വീണ്ടും വിഷയമായിരിക്കുന്നത്, ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് ജനുവരി 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തുകയാണ്. നാരീശക്തി മോദിക്കൊപ്പം എന്നുള്ള ഒരു മഹിളാ സമ്മേളനം വമ്പിച്ച ഒരു റോഡ് ഷോയൊക്കെ ആയിട്ട് അവിടെ നടത്തുകയാണ്. അപ്പോൾ അതിനു മുൻപ് മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിയെ പിണറായി സർക്കാർ ഇല്ലായ്മ ചെയ്യും എന്നൊക്കെയാണ് സംസാരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടാകുമോ? എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി മകളുടെ വിവാഹം ആയതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. മകളുടെ വിവാഹമായതുകൊണ്ട് എപ്പോഴും ഏത് അച്ഛന്മാരായാലും എടുക്കുന്ന ഒരു പ്രിക്വേഷൻ ആ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാന്യമായ രീതിയിൽ മാധ്യമപ്രവർത്തകയോട് മാപ്പ് പറഞ്ഞതാണ്. അവരത് സ്വീകരിച്ചില്ല, അവർക്കത് മാപ്പായി തോന്നിയില്ല. തുടർന്ന് ഇങ്ങോട്ടാണ് ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്തായാലും സുരേഷ് ഗോപി എന്ന വ്യക്തി ആ മാധ്യമപ്രവർത്തകയെ ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്നും അവർ വളരെ ഡിപ്രസ്ഡ് ആയിപ്പോയി എന്നുമൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ ആ വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു 10-20 ക്യാമറ സെറ്റുകൾക്കിടയിൽ മൈക്കും മാധ്യമ പ്രവർത്തകരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ലൈംഗികമായി അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവമായ ഒരു കാര്യമാണെന്നും അദ്ദേഹം എന്താ പറയാ അങ്ങനെ ഒരു നീക്കുപോക്ക് നടത്തി എന്നൊക്കെ പറയുന്നത് ആ പ്രചാരണം വന്നപ്പോൾ തന്നെ ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളയുകയാണ് ചെയ്തത്. ആ തള്ളിക്കളയുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും അല്ലാത്തവർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും അഭിഭാഷകരുമായ അഡ്വക്കേറ്റ് ജയശങ്കർ ഇനി മോദി തൃശ്ശൂരിൽ എത്തുന്നതോടെ പിണറായിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇനി എന്താണ് സംഭവിക്കുക, വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു സംഭവം ഇത്രയേറെ വിവാദമാക്കിയതിനെ കുറിച്ച് ആ ഒരു രീതിയിൽ BJPക്ക് അത് നേട്ടം ചെയ്യുമോ ഇല്ലയോ, പിണറായിക്ക് നേട്ടം ചെയ്യുമോ ഇല്ലയോ, അതല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവ് ഈ ഒരു സംഭവത്തോടെ തന്നെ ഇല്ലാതെയായി പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുകയാണ് ഈ ഓഡിയോയിലൂടെ. എന്തായാലും എന്താണ് അവിടെ ശരിക്കും ഈ 3-ാം തീയതി നടക്കാൻ പോകുന്നത് എന്നതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഡിയോയിലേക്ക്. പ്രമുഖ സിനിമാ നടനും തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകും എന്നെല്ലാവരും വിചാരിക്കുന്ന വ്യക്തിയുമായ സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചതിനെ തുടർന്നുണ്ടായ വിവാദം സാമാന്യം കത്തിപ്പടർന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ അനുചിതമായിരുന്നു എന്നൊരു അഭിപ്രായം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി. സുരേഷ് ഗോപി ആ മാധ്യമപ്രവർത്തകയോട് ക്ഷമാപണം നടത്തിച്ചു. പക്ഷേ അവർ അതുകൊണ്ട് തൃപ്തിയാകാതെ പോലീസിൽ പരാതി കൊടുക്കി. പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പിറ്റേ ദിവസം മനോരമ അടക്കമുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞത് പോലീസിന് സുരേഷ് ഗോപിയുടെ നിരപരാധിത്വം വ്യക്തമായി, അതിലെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇദ്ദേഹം ഈ മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് ദുരുദ്ദേശപ്രേരിതമായിട്ടല്ല എന്ന അർത്ഥത്തിൽ. പക്ഷെ ഇങ്ങനെയാണ് കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയൊക്കെ അവസാനിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ വരുന്ന 3-ാം തീയതി തൃശ്ശൂർ പട്ടണത്തിൽ എത്തുന്നു എന്ന വാർത്തയോടുകൂടി പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ മനംമാറ്റമുണ്ടായി. അവർ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു എന്നാണ്. സത്യത്തിൽ ഇതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് ഞാൻ
ഇവിടെ പറയുന്നത് ശരിയല്ല. കാരണം ഒന്നാമത് കോടതിയുടെ പരിഗണനയിൽ എത്താൻ പോകുന്നൊരു വിഷയമാണ്. മാത്രമല്ല ശ്രീ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നൊരു വാർത്തയുമുണ്ട്. അപ്പോൾ ഏതായാലും അത് കോടതിയുടെ ഒരു പരിഗണനയിൽ എത്തുന്ന അല്ലെങ്കിൽ ഉടനെ എത്താൻ പോകുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ നേരത്തെ കേട്ട പോലെയല്ല, ഇത് ഫൈനൽ റിപ്പോർട്ടിലേക്കല്ല ചാർജ് ഷീറ്റിലേക്കാണ് പോകുന്നത് എന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് ഒരു അഭിഭാഷകനായി ഞാനൊരു അഭിപ്രായം പറയുന്നത് അനുചിതമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ സുരേഷ് ഗോപി മലയാളത്തിൽ വലിയ ജനപിന്തുണയുള്ള ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ആരാധകർക്കുപരി ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. ഒരു BJP നേതാവായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ അല്ല, അല്ലെങ്കിൽ മുമ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക്, ഒരു മുൻ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് പോലുമല്ല, മറ്റു രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരായിട്ട് ഈ മാധ്യമപ്രവർത്തക ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്. അവർ ജോലി ചെയ്യുന്നത് ഈ മതമൗലികവാദികൾ നടത്തുന്ന ടെലിവിഷൻ ചാനലിലാണ്. അതുപോലെ തന്നെ ഇവർ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ്. അതുകൊണ്ട് ഈ ആരോപണം ശരിയല്ല എന്നുള്ളതാണ്. അദ്ദേഹം തോളിൽ കൈവെക്കുന്നത് നിരവധി മാധ്യമപ്രവർത്തകരുടെയും ടെലിവിഷൻ ക്യാമറകളുടെയും മുമ്പിൽ വെച്ചാണ്. പിന്നെ അതിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. അതിപ്പോൾ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കഥയുമില്ല. കുറ്റം തെളിഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിക്കും, കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ വെറുതെ വിടും. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പുറകിൽ മറ്റൊരു ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് വലിയ മാധ്യമ ശ്രദ്ധ ഉണ്ടായത്. ഇവിടെ മറ്റൊരു നടൻ ആളെ കൊട്ടേഷൻ വെച്ച് ഒരു നടിയെ ശാരീരിക ഉപദ്രവത്തിന് വിധേയമാക്കിയത് ഇപ്പോൾ വലിയ വിവാദമായിട്ട് കത്തിപ്പറ്റുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം കെട്ടിച്ചമച്ചത് എന്നൊരു ആരോപണമാണ് മറുഭാഗത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രചരണത്തിന് എന്ന മട്ടിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജനുവരി 3-ാം തീയതി തൃശ്ശൂരെത്തും. അവിടെ സ്ത്രീകളെ കൂട്ടി വലിയ ഒരു മെഗാ ഷോ സംഘടിപ്പിക്കും, റോഡ് ഷോ നടത്തും. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി റോഡ് ഷോ നടത്താൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ലൈംഗിക പീഡന കേസിൽ കുടുക്കി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കി കളയാം എന്നാണ് പോലീസും അല്ലെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനവും വിചാരിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകരുമോ? അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൽ പൊതുവേയുമുള്ള ഒരു മതിപ്പിന് ഇതുകൊണ്ട് കുറവ് സംഭവിക്കും. ഇദ്ദേഹം വരുമ്പോൾ സ്ത്രീപീഡന കേസിൽ പ്രതി വരുന്നു, ഇയാൾക്ക് വോട്ട് ചെയ്യുകയില്ല എന്നൊരു ധാരണയിലേക്ക് ജനങ്ങൾ പോകുമോ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആരോപണങ്ങൾ നേരിട്ട മറ്റു പല ആളുകളും ഉണ്ടായിട്ട് അവരിൽ മിക്കവർക്കും തന്നെ ഇത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മാറിയത്. ഏറ്റവും നല്ല ഉദാഹരണം ശശി തരൂരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യത്തിന് തൊട്ടുപുറകെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. അദ്ദേഹം എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെയും വിജയിച്ചു. അങ്ങനെ പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ട് പി ജോസഫിനെതിരായിട്ട് ആരോപണമുണ്ട്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുതൽ അത് കുറഞ്ഞില്ല. മറ്റ് പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇതുകൊണ്ട് ഒരാളുടെ പൊളിറ്റിക്കൽ ഇമേജ് തകർന്നു പോകും എന്ന് വിചാരിക്കുന്നില്ല. മാത്രമല്ല ഇത് പരസ്യമായിട്ട് നടന്നൊരു കാര്യമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും ഇത് ടെലിവിഷനിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കണ്ടതുമാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഒരാൾക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളതുകൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. കാരണം ഈ കൗണ്ടർ പ്രചരണം അത്രയും ശക്തമായിട്ടാണ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു, വലിയ ഫാൻ ഫോളോയിങ് ആണ്, വലിയ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വരുന്ന ഒരുപക്ഷെ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ അത്രയും ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഇതുപോലെ ഒരു ഒലപ്പാമ്പ് പ്രയോഗിക്കുന്നുണ്ട് എന്ത് നേട്ടമുണ്ടാവും എന്നുള്ള കാര്യം ആരോടും ഉന്നയിച്ച പെൺകുട്ടിയല്ല, അവരെ കൊണ്ട് അത് കുടിപ്പിച്ച ചാനലുകാരുമല്ല. നേരെ മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി, നമ്മുടെ നാട് ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന പാർട്ടി ആണ് ആലോചിക്കേണ്ടത്.
ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് ഈ സമയത്ത് രംഗത്ത് വന്നാൽ ഈ ആരോപണം ഒരു വലിയ ക്രിമിനൽ കേസായിട്ട് അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പരാതിയിലില്ലാത്ത പുതിയ ചാർജുകൾ കൂടി ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിക്കേണ്ടത് പോലീസാണ്. പക്ഷെ നമ്മുടെ പോലീസിൻ്റെ സമീപകാലത്തുള്ള പല പ്രവൃത്തികളും പല ചെയ്തികളും കാണുമ്പോൾ ഇവർ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കൂടി നമുക്ക് അത്ഭുതം തോന്നും. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു റിപ്പോർട്ടറെ നേരത്തെ കേസിൽ പ്രതിയാക്കി. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ യാതൊരു തെളിവ് കണ്ടെത്താനായില്ല, അവരെ ഒഴിവാക്കി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരിനും ഗോതമംഗലത്തിനും ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ആ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രതിയാക്കിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത ലേഖിയെ കൂടി പ്രതിയാക്കി. അങ്ങനെ ഈ പരിസരത്ത് കാണുന്ന എല്ലാ ആളുകളെ കൂടി പ്രതിയാക്കുന്ന ഒരു നിലയിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് അധികാരത്തിൻ്റെ ഒരു ദുരുപയോഗമാണ് ഈ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ തീരെ നല്ല അഭിപ്രായമല്ല ഉള്ളത്. പോലീസ് നടപടികൾ പലപ്പോഴും രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ട്. SFIക്കാർ സമരം ചെയ്യുകയാണെങ്കിൽ കേസെടുക്കുകയില്ല, KSUക്കാർ സമരം ചെയ്യുകയാണെങ്കിൽ പോലീസ് പൊതുവെ തല്ലും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പുറത്താണ് കൂനുമ്പ ഗുരുവായിട്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസ് കൂടി വന്നിട്ടുള്ളത്.